അപ്പൊ ഒന്ന് തുടങ്ങാം. ഒരു ടൈറ്റിൽ കണ്ടോ നിങ്ങൾ? എന്താ സ്പീച്ചിന്റെ എന്നുള്ളത്? ഡിസ്കവറിങ് മീ. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് എന്താണ്? തന്നെ കുറിച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ താൻ ആരാണ്? ഞാൻ എന്ന് പറയുന്ന ആരാണ്? മൈസെൽഫ്. എന്താണ് മൈസെൽഫ്? പോയിന്റ് ഓഫ് വ്യൂ അല്ലേ? വേറെ ആൻസേഴ്സ്? മൈൻഡ്. പിന്നെ വേറെ? ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് എക്സാക്റ്റ് ആയിട്ട് വരുന്നത്? ഏകദേശം മീ. എനി ഐഡിയ? ഇതെന്താണ്? ഇത് ഞാൻ പറയുമ്പോൾ എന്താണ്? ഇതെന്താണ്? എൻ്റെ കൈയാണ്. നിങ്ങൾ കൈ വന്ദിക്കുമ്പോൾ എന്താ ഇന്ന്? അപ്പോൾ നിങ്ങളുടെ അല്ല, നിങ്ങളുടെ കൈയാണ്. കൈയല്ല നിങ്ങളെ, ആണോ? നിങ്ങളുടെ തല, നിങ്ങളുടെ ഉടല്, അങ്ങനെയല്ലേ പറയല്ലേ? എൻ്റെ കാല്, എൻ്റെ കൈ. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞ സാധനം ബോഡി അല്ല. അത് എൻ്റെ എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പോവാണ് ഈ സെഷനിലൂടെ. അതാണ് ഞാൻ ഡിസ്കവറിങ് മീ എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കുള്ളത്? അത് നമ്മൾ നോക്കേണ്ടത്. നമ്മളങ്ങനെ നോക്കുമ്പോൾ ആരെയാ? ഇപ്പൊ ഇവിടെ പറഞ്ഞു ഞാൻ എന്ന് നോക്കുമ്പോൾ ആരെയാ നോക്കേണ്ടത്? തിരിച്ച് നമ്മളെ തന്നെയാണ് നോക്കേണ്ടത്. നമ്മളെ തന്നെ നോക്കുമ്പോൾ ഞാൻ കാണും. പക്ഷെ ആ കാണുന്നത് ഞാനെയാണോ അവിടെ കാണുന്നത്? എന്താ കാണുന്നത്? ഞാൻ എന്ന ആളുടെ ബോഡീനെയാണ് കാണുന്നത്. എൻ്റെ ശരീരമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അവിടെ ഞാനില്ല, ഞാനെ കാണുന്നില്ല. ഉണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അപ്പൊ ഞാൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഏതാണ്? ബ്രെയിനാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ മൈൻഡ്, ഇന്നർ പീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ സയന്റിഫിക്കലി നോക്കുകയാണെങ്കിൽ അതൊരു വസ്തുവല്ല. നമുക്ക് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു വസ്തുവല്ല. നമ്മൾ കൈ നോക്കാം, കാല് നോക്കാം, കാലൊക്കെ ഒരു വസ്തുക്കളാണ്, നമ്മൾ ഫിസിക്കലി ഉള്ള സാധനങ്ങളാണ്. അപ്പൊ ശരിക്കും ഞാനെന്ന് പറയുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ, അതായത് ബ്രെയിൻ എന്ന് പറയുന്നത്, ബ്രെയിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രെയിനിനെ പ്രവൃത്തിയെ പറയുന്ന പേരാണ് ഞാൻ എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? ഒരു പ്രവർത്തിക്കുന്ന ബ്രെയിനിനെ, ആ ഫങ്ഷനെ, പ്രവൃത്തിയെ പറയുന്നതാണ് ഞാൻ എന്നുള്ളത്. ഈ പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്രെയിൻ ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക? മരിച്ചു പോകും. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ എന്താ പറയാ? ശവം, ബോഡി. ആരുടെ ബോഡി എന്ന് പറയും? എൻ്റെ പേര് സുരേഷാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാല് അത് സുരേഷിന്റെ ബോഡിയാണ്. അപ്പൊ സുരേഷ് എന്താണ് അവിടെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ അത് പ്രവൃത്തിയാണ്. ഏത്? നമ്മുടെ ബ്രെയിനിന്റെ പ്രവൃത്തിയാണ് എന്ത്? ഞാൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രെയിനിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഹ്യൂമൻ ബ്രെയിൻ. അവിടെ നോക്കണം. അതിന്റെ പ്രവൃത്തിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് ഞാനെ കാണുള്ളൂ. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മീനെ കാണുന്നില്ല. നമ്മുടെ മീൻ്റെ ബോഡിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മീ ഡിസ്കവർ ചെയ്ത് മീ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന ബ്രെയിനിന്റെ അവസ്ഥ, വർക്കിംഗ് കണ്ടീഷനാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? മോട്ടർ നോക്കണം, അല്ലേ? അല്ലെങ്കിൽ വേറെ വല്ല സെൻസേഴ്സും വേണം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യാന്നുള്ളത് എക്സാമ്പിൾ എടുത്താൽ മതി നമ്മുടെ ഹ്യൂമനിൽ മീ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് വരുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ഹ്യൂമൻ ബ്രെയിനിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണ്? നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. പിന്നെ നമ്മളെ നിശ്ചയിക്കുന്നത്, ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ തീരുമാനിക്കുന്നത് എന്താണ്? ബ്രെയിനാണ്. ഈ ബ്രെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതിന് സ്റ്റോപ്പ് ചെയ്തു, ഇല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആയി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ എന്ന സാധനത്തിന് ഡിസ്റ്റർബൻസ് ആവും. അതാണ് ഹ്യൂമൻ ബ്രെയിൻ്റെ ഇമ്പോർട്ടൻസ്. എല്ലാവർക്കും അറിയാലോ. നമ്മൾ ആനിമൽസുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? നമ്മുടേത് കുറച്ചുകൂടി ഒരു വികസിച്ച
മസ്തിഷ്കമാണ്. വികസിച്ചാന്ന് പറഞ്ഞാൽ വലുപ്പത്തിലും അതെ, അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതെ. നമുക്ക് കുറേ കഴിവുകളുണ്ട്, ഓർമ്മിക്കാൻ കഴിവുണ്ട്, നമുക്ക് കുറേ കാര്യം പ്രോസസ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോസസ്സ് ചെയ്ത് മെമ്മറിയിൽ വെച്ച സാധനം നമുക്ക് അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ബ്രെയിനിന്റെ എന്താണ് ഡിഫറെൻ്റ് ആക്കുന്നത്. ആനിമൽസ്, നമ്മൾ ആനിമൽസിനെ ഓർമ്മിച്ച് വെച്ചിട്ട് ഒരു കാര്യം അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർ കാണിച്ചു കൊടുക്കുന്ന സാധനം മാത്രമേ അടുത്ത ജനറേഷനിൽ എത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസ് കാരണമാണ് നമ്മുടെ ഹ്യൂമൻ ഇത്രയും റേസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധനം നമ്മുടെ ബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും അധികം എനർജി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രെയിന്. ഏകദേശം 20% ഓഫ് എനർജി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും നമ്മൾ പിന്നെ ഗ്ലൂക്കോസ്, നമ്മൾ ഓക്സിജൻ ഇൻടേക്ക് ശ്വസിക്കുന്നതിൻ്റെ ഏകദേശം 20% ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ നമ്മൾ വളരെ ചിലവല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ. മുന്നത്തെ കാലത്തൊക്കെ എന്തായിരുന്നു, ഭക്ഷണം കിട്ടാൻ കൊള്ളും റെയറസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഒരു ചിലവ് കൂടിയൊരു സാധനം എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഉപയോഗിക്കാൻ നോക്കും, ഇല്ലേ? കൺട്രോൾ ചെയ്യും. നമ്മൾക്കിപ്പോൾ ഒരു ദിവസം ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഭക്ഷണം കിട്ടില്ല എന്ന് വെച്ചാൽ കുറച്ച് സേവ് ചെയ്ത് വെക്കും. നമ്മൾ എന്ത് സാധനമാണ്, നമ്മൾ പെൻസിൽ എഴുതുമ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതി ഒരു പെൻസിലുള്ള നമ്മൾ വെറുതെ ചിത്രം വരച്ചോ ഒന്നും കളയില്ല, നമ്മളത് സേവ് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി മാറ്റി വയ്ക്കും. എന്ത് കാര്യം നിങ്ങൾ എടുത്തു കണക്കുകയാണെങ്കിൽ നമുക്ക് ചിലവുള്ള സാധനം, നമുക്ക് കിട്ടാൻ റെയർ ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യും, നമ്മൾ കുറച്ചേ യൂസ് ചെയ്യുള്ളൂ. സെയിം അപ്ലൈസ് ടു ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിൻ എന്താണുള്ളത്, എനർജി ഏറ്റവും അധികം കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മളത് സ്വാഭാവികമായിട്ട് സ്വയം നമ്മുടെ ബ്രെയിൻ തന്നെ അതിനെ കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുള്ളൂ. ഏറ്റവും കുറച്ച്, എത്രത്തോളം നമുക്ക് ഇരിക്കാൻ പറ്റും അതാ നോക്കുക. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെ അറിയോ? അതെ, പിന്നെ വേറെ ലേസി ആവും. പിന്നെന്താ ചെയ്യാ, നമ്മൾ ഈ ബ്രെയിന് കുറച്ച് അത്രയ്ക്ക് ചിന്തിക്കില്ല. യെസ്, ഇന്ന് രാവിലെ നമ്മൾ മീഡിയന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നമ്മൾ കുറേ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യും. ജമ്പിങ് ടു ദ കൺക്ലൂഷൻ. അത് നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യണം, കുറേ ആക്ടിവിറ്റി ചെയ്യണം, ഇല്ലേ? നമ്മുടെ ബ്രെയിൻ വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതിനെ ആക്ടിവിറ്റി ചെയ്യാനും വളരെ എനർജി വേണം. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ജമ്പിങ് ടു കൺക്ലൂഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് ഓട്ടോമാറ്റിക് ആയിട്ട് ലേസിനെസ്സിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് എത്തുക. നമുക്ക് കുറച്ച് കോംപ്ലക്സിറ്റി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലായ എന്താ പ്രശ്നം, കുറച്ച് കോംപ്ലക്സ് നമുക്ക് ഇഷ്ടമല്ലേ. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. രണ്ടും എത്രയാ, 2 + 2, 4 + 4, 8 + 8, 16 + 16, 32 + 32, 64 + 64, 128 + 128, 256 + 256, 512 + 512, 1024 + 1024, 2048 + 2048. നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ ബ്രെയിനിനെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കോംപ്ലക്സിറ്റി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ രണ്ടും നോക്കുമ്പോൾ നമ്മൾ വളരെ ആവേശത്തോടു കൂടി നമ്മളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യും. നമ്മളെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്ന കോംപ്ലക്സിറ്റി ആണെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്യും. അതിന് കൂടുതൽ കോംപ്ലക്സ് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് വേണ്ട, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ. അതേ സ്ഥാനത്ത് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇപ്പം 2048 + 2048 ഇത് ആദ്യം പറയുന്നവർക്ക് ഒരു ബലൂൺ എന്ന് പറയുകയാണെങ്കിൽ കുറേ ആൾക്കാർ ട്രൈ ചെയ്യും, ഇല്ലേ? നിങ്ങൾ ഇപ്പൊ എത്ര പേര് ട്രൈ ചെയ്തിരുന്നു 2048 + 2000? ഒരു ഹാഫ് ആൾക്കാർ ട്രൈ ചെയ്തിരുന്നു, ഇല്ലേ? ഇത് സ്വാഭാവികമാണ്, ആരുടെയും കുഴപ്പമല്ല, ഇറ്റ് ഈസ് നോർമൽ. ഓക്കെ, അപ്പൊ ഈ കോംപ്ലക്സിറ്റി ഹാൻഡിൽ ചെയ്യുക എന്നുള്ള സാധനം ബ്രെയിനിന് കൂടുതൽ എനർജി ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ നോക്കും. ഇതൊരു ഹ്യൂമൻ ബ്രെയിനിന്റെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു കുറച്ച് പസിൽസ്, കോംപ്ലക്സിറ്റി ഒക്കെ നമ്മൾ ജസ്റ്റ് 2 + 2 ജസ്റ്റ് നിങ്ങൾ ഈ കോംപ്ലക്സിറ്റി എത്രത്തോളം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളതിന്റെ, അല്ലെങ്കിൽ എത്രത്തോളം ഹാൻഡിൽ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ്, ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇപ്പൊ ഇത്രയും നമ്മൾ പിന്നെ ഹ്യൂമന്റെ ബ്രെയിനിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ, ഔട്ടർ ലൈന് ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ ബ്രെയിൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവയവം. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നമുക്കറിയാം. പക്ഷെ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഫിഗർ കണ്ടോ, ഇതെന്താ കാണുന്നത്?
ആ, ഇതാരാണ്? ഓക്കെ, ഇവരെന്താ വിളിക്കേണ്ടത്? ഹ്യൂമൻസ്, ഡെവലപ്ഡ് ആനിമൽസ്. ഇവരുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏത്? വേറെ എനി അതർ ഇൻപുട്സ്? ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ബ്രെയിൻ ആണ് മനുഷ്യനെ മനുഷ്യനാക്കി. അപ്പൊ അത് ആരാണ് ശരിക്ക്? ആനിമൽസ്. അപ്പൊ അവർക്ക് എന്തിന്റെ ക്വാളിറ്റി ഉണ്ടാവുക? ആനിമൽസിന്റെ ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കാരണം എന്ന് പറഞ്ഞാല് ബോഡി എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് ബോഡി ആണെങ്കിലും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇത് ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മള് ആരുടെയാണോ തലച്ചോറുള്ളത് അതാണ് അവര്. ഇപ്പൊ ഞാന് എൻ്റെ നമ്മൾ ഭാവിയിൽ എടുത്തിട്ട് നമ്മൾ തലച്ചോറ് മാറ്റി വയ്ക്കുന്ന ഒരു ശസ്ത്രക്രിയയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലച്ചോറ് എടുത്തിട്ട് ഞാൻ മറ്റൊരാൾക്ക് ഫിറ്റ് ചെയ്തു, എന്താ അവിടെ സംഭവിക്കുക? വേറെ ആൾ അവിടെ ഉണ്ടാവും. അതായത് ഞാനാണ് പോകുന്നത് അവിടേക്ക്. എൻ്റെ തലച്ചോറല്ല മാറ്റിക്കുന്നത്, എന്നെ മൊത്തമായിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ കൺഫ്യൂഷൻ മനസ്സിലായോ? ഞാനും ഇപ്പൊ അതാ സജിത്ത് അവിടെ ഉണ്ട്, ഞാൻ എൻ്റെ തലച്ചോറെടുത്ത് സജിത്തിന് വെക്കുകയാണെങ്കിൽ പിന്നെ സജിത്ത് ഇല്ല, ഞാൻ അവിടെ ഉണ്ട്. കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവം? നമ്മൾ ചില പിന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ മിത്തോളജിയിലും പുരാണങ്ങളിലും ബൈബിളിലും ഒക്കെ അനിമൽസിന്റെ തലയും മനുഷ്യന്റെ ഉടലുമായിട്ടുള്ളവരെ നമ്മൾ ആരായിട്ടാണ് പരിഗണിക്കുന്നത്? ദൈവങ്ങളായിട്ടൊക്കെ പരിഗണിക്കുന്ന കുറെ ചിത്രങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് ഇത് എഴുതി വെക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്ത് തലച്ചോറിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഇരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അവരെ ഹ്യൂമൺ ആയിട്ട് പരിഗണിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ദീസ് ആർ ആനിമൽസ് വിത്ത് ഹ്യൂമൻ ബോഡീസ്. അവരുടെ കഴിവ്, ചിന്താപരമായ കഴിവ് എല്ലാനും ആനിമൽസിന്റെ മാത്രമായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഘട്ടത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ എന്താണ് പഠിച്ചു? ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താണ് ലൈഫിൽ? അത് എവല്യൂഷണറി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അല്ല ഏതൊരു ജീവിയുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യാം, എന്തൊക്കെ പ്രശ്നങ്ങളിലും അവിടെ അതിജീവിച്ച് മുന്നേറുക. പിന്നെ എന്താ ഉള്ളത്? മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അടുത്ത ജനറേഷനെ ഉണ്ടാക്കി വിടുക. പിന്നെ മനുഷ്യന് മാത്രമായിട്ടുള്ള സാധനമുണ്ട് ഇൻഡിവിജ്വലാലിറ്റി. അതായത് ഒരു വ്യക്തിയാണ് മനുഷ്യൻ. ഓക്കെ, മൃഗങ്ങൾക്ക് ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം കുറവാണ്. ചില മൃഗങ്ങളുണ്ട്, പക്ഷെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇല്ല. ദേ ആർ ലിവിങ് ഇൻ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ ഈ സർവൈവ് ചെയ്യാനും മൾട്ടിപ്പിൾ ചെയ്യാനും ഇൻഡിവിജ്വാലിറ്റിക്കും വേണ്ടിയിട്ട് നമുക്ക് എന്തിനാണ് സർവൈവ് ചെയ്യുന്നത്? നമുക്ക് എന്താണ് അങ്ങോട്ട് മെച്ചം കിട്ടുന്നത്? നമ്മളിങ്ങനെ അതിജീവിച്ചു, രാവിലെ ഭക്ഷണം കഴിച്ചു, കുറച്ചൊരു എക്സസൈസ് ചെയ്തു, കുറച്ചൊരു ഓടി കളിച്ചു. ഇതുകൊണ്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഈസ് ദ എയിം? എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്? ഇതാണ് അൾട്ടിമേറ്റ് എയിം. നമ്മൾ ഒരു റേസ് ഉണ്ടല്ലോ, ഓട്ടമത്സരമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഓട്ടമത്സരത്തിൽ ഓടുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയാൽ നമുക്കൊരു പ്രൈസ് കിട്ടും ഇല്ലേ? ഈ സമ്മാനം കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഓടുന്നത്. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും പിടിച്ച് ഓടുമോ? ഓട്ടമത്സരം നടത്തുമോ? ഇല്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സർവൈവ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും നമ്മുടെ ജീവൻ നിലനിർത്താനും വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടണം. ഈ റിവാർഡ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഒരു മാനസികമായിട്ട് ചില ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു അസുഖമായിട്ട് അവർ ഡിപ്രഷൻ, അവർക്ക് എന്താണ്, അവർക്ക് എന്ത് ചെയ്താലും അവർക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് ഹാപ്പിനെസ്? ഈ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കിട്ടുന്ന റിവാർഡ്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഇപ്പൊ തന്നെ വായിൽ ചിലപ്പോൾ വെള്ളം വരും ഇല്ലേ? ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ കാരണം? എന്ത് ടേസ്റ്റ്?
ഹാപ്പിനെസ്. നമ്മൾ മാക്സിമം കിട്ടുന്നതാണ് മധുരമാണല്ലേ. ഈ മധുരത്തിൽ എന്താ ഉള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞു ഓക്സിജൻ, ഗ്ലൂക്കോസ് ഒക്കെ പറഞ്ഞു ബ്രെയിന് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുള്ളത്. ഈ മധുരമുള്ള സാധനങ്ങളാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് കാര്യങ്ങളിൽ നമുക്ക് എനർജി കിട്ടുന്നത് മധുരമുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ സാധനമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സാധനം എന്താണുള്ളത് അത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കും. അത് മധുരത്തിനാണ്. ചവർപ്പാണെങ്കിലോ അല്ലെങ്കിൽ കയ്പാണെങ്കിൽ വി ഹേറ്റ് ഇറ്റ് അല്ലേ. സ്വാഭാവികമായിട്ട് എന്താ കാരണം? ബ്രെയിൻ ആവശ്യമില്ല. പിന്നെ വേറെ ഓക്കെ, വേറെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടമല്ല. പിന്നെ ബോഡിങ് ന്യൂട്രീഷൻ കിട്ടില്ല. ഓക്കെ, ഒരു കാരണം കൂടി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കയ്പുള്ള സാധനം കഴിക്കുമ്പോഴാണ് നമ്മളിപ്പം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതല്ല, നമ്മളെ മെഡിസിനും കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് പിൻ പോയിന്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. നമ്മൾ പൊതുവെ നമ്മുടെ പ്രകൃതിയിൽ കയ്പുള്ള സാധനം എന്ത് കഴിക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഹ്യൂമൻ ബോഡി. നമ്മൾ കയ്പുള്ള എന്ത് സാധനം കഴിക്കുകയാണെങ്കിലും ഒരു സിമ്പിൾ തമ്പ് റൂളാണ്, നമ്മൾ കയ്പുള്ളത് കഴിക്കുകയാണെങ്കിൽ അത് വിഷമാണെന്നുള്ളത്. കയ്പുള്ള സാധനങ്ങൾ നമ്മൾ പ്രകൃതിയിലുള്ള കയ്പയ്ക്കും പ്രോബ്ലമാണ്. വിഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ കയ്പയ്ക്ക കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത്. നമ്മളത് കൂടുതൽ കയ്പയ്ക്ക കഴിച്ച് ദിവസം ജ്യൂസ് കുടിക്കുന്ന കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഡേഞ്ചറസ് ആണ് നമ്മുടെ ശരീരത്തിന്. ഡേഞ്ചറസ് എന്നാൽ അപ് ടു എ ലിമിറ്റ് ഭയങ്കര പ്രശ്നമാണ് കയ്പുള്ള സാധനം. കയ്പയ്ക്ക ജ്യൂസ്, അതേപോലെ പ്രകൃതിയിൽ എന്ത് നമ്മൾ പുല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കയ്പുള്ള സാധനമാണെങ്കിൽ നമ്മളെ ബോഡിക്ക് ആവശ്യമില്ല, അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ ഇത് നമ്മൾ പരിണാമപരമായിട്ട് നമുക്ക് കിട്ടിയൊരു അറിവാണ്. ഏതാണ്? നമ്മൾ ആർക്കും പറഞ്ഞു തന്നല്ല, നമ്മളെ നാവിന് സ്വീറ്റ്നെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്കൊരു റിവാർഡ് കിട്ടും. എന്ത്? ഹാപ്പിനെസ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും അത് തേടി പോവും. കൂടുതൽ ടേസ്റ്റുള്ള സാധനം കഴിക്കാൻ നോക്കും. കുറച്ച് ഹാപ്പിനെസ് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തരും ഹാപ്പിനെസ്. ഓക്കെ, ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ നമുക്ക് ഡേഞ്ചറസ് സാധനം കഴിക്കുകയാണെങ്കിൽ നമുക്ക് റിവാർഡല്ല, നമുക്ക് പെയിനാണ് തരാം, കയ്പ് പോലുള്ള സാധനങ്ങൾ. ഓക്കെ, ഇതുപോലെ അപ്പൊ ഈ ഹാപ്പിനെസ്സിന് എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്? എന്താണ് അതിന്റെ പ്രോസസ്സ്? നേരത്തെ പറഞ്ഞ ബ്രെയിൻ വൈസ് പ്രോസസ് നോക്കുകയാണെങ്കിൽ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഹാപ്പിനെസ് കിട്ടുന്നത്? ഓക്കെ, ബ്രെയിൻ ആവശ്യമുണ്ട്. നമ്മളോട് എങ്ങനെയാ പറയുന്നത് ബ്രെയിൻ ആവശ്യമുണ്ടെന്ന്? ടേസ്റ്റ് ബഡ്സ് നമുക്ക് ബ്രെയിൻ സെൻസ് ചെയ്യും. അതെ, ഓക്കെ. അപ്പൊ അത് ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. ഈ സാധനം നമ്മൾ അറിയിക്കുന്നത് എവറിത്തിങ് കെമിക്കൽ വഴിയാണ്. നമ്മുടെ തലച്ചോറ് ഹാപ്പിനെസ് കിട്ടുമ്പോൾ ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. അതായത് അപ്പോൾ അടിയിൽ എഴുതിച്ചിട്ട് കാണാൻ പറ്റുമോ അറിയില്ല, ഡോപ്പോമിൻ, സെറോട്ടിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ കുറേ ഹോർമോൺസ് റിലീസ് ചെയ്യും. ഇതിനൊക്കെയാണ് നമുക്ക് ഹാപ്പിനെസ് ഹോർമോൺസ് പറയുന്നത്. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഈ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഒരു പരീക്ഷണം നടത്തുകയാണ്. നമ്മൾ ഒരാളെ പിടിച്ചിട്ട് ബ്രെയിനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്ഷണം വേറെ സാധനം ഇല്ലാതെ ഇത്തരം ഹോർമോൺ റിലീസ് ചെയ്യിക്കുകയാണെങ്കിൽ ആ ആൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പിനെസ് വരും. വേറെ ഒരു കാര്യത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ശരീരം ശോഷിച്ച് കാലഹരണപ്പെട്ടു പോകും. ഓക്കെ, ഇതേപോലെ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മാത്തമാറ്റിക്സ് അറിയോ? മാത്തമാറ്റിക്സ് നമ്മുടെ എല്ലാ സയൻസ് വിഭാഗങ്ങളും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാത്തമാറ്റിക്സ് അല്ലേ. ഫിസിക്സ് പഠിക്കണമെങ്കിൽ മാത്സ് അറിയണം, കെമിസ്ട്രിയിൽ മാത്സ് അറിയണം. H2O എന്ന് പറയണമെങ്കിൽ 2 ഓക്സിജൻ അല്ല 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ, ഇങ്ങനെ അറിയണ്ടേ? അതേപോലെ ഏത് ശാസ്ത്ര മേഖല, കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഏത് ശാസ്ത്രം എടുക്കുകയാണെങ്കിലും മാത്തമാറ്റിക്സ് എന്ത് ചെയ്യണം? ഒരു ടൂളാണ്. മാത്തമാറ്റിക്സ് എങ്ങനെയാണോ ശാസ്ത്ര മേഖലയ്ക്ക് സംഭാവന ചെയ്യുന്നത് അതുപോലൊരു മെത്തേഡാണ് ഹാപ്പിനെസ്. നമുക്ക് ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഹോർമോൺ റിലീസ് ചെയ്തിട്ട്, കാരണം ഇതാണ് എല്ലാവിധ ഹാപ്പി. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺസ് വേണം. നമ്മൾ ആരോടെങ്കിലും ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ യാത്ര പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രഷർ ചെയ്യുന്നില്ല, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫ്രണ്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ, ഗെയിംസ്, നമ്മളിപ്പോൾ പറഞ്ഞു ഗെയിംസ്, നമ്മൾ എത്ര ചാടി കളിച്ചിട്ടില്ലെന്നോ. അതേപോലെ നല്ല ഗാർഡൻ ചെയ്യുകയാണെങ്കിൽ
യാത്ര. പിന്നെതാണ് ഇത് ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇതെന്താ സാധനം? അവാർഡ് കിട്ടുക. പിന്നെ വേറെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരാൾ വെൽ ഡൺ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ തലേന്ന് അപ്പോൾ നമ്മുടെ തലേന്ന് എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ ഹോർമോൺസ് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാപ്പിനെസ് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ മറ്റൊരു കാര്യമാണ് എന്താണ്? ഫിയർ, ആങ്സൈറ്റി, ഇല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ വരുന്ന കാര്യം. നമ്മളൊരു പെട്ടെന്ന് നായ മുന്നിൽ ചാടി നമ്മൾ എന്ത് ചെയ്യും? പേടിച്ചു പോകും. പേടിച്ചു പോകുമ്പോൾ നമ്മൾ അപ്പോഴും ഇതേപോലെ നമ്മൾ ബ്രെയിൻ നമ്മളെ അറിയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹോർമോൺ റിലീസ് ചെയ്തിട്ടാ. നമുക്ക് എന്ത് അഡ്രിനാലിൻ ഇല്ലെങ്കിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം എഴുതി വെച്ചിട്ടില്ല, എല്ലാം എഴുതി വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഹോർമോൺ പറഞ്ഞാൽ മതി. ആങ്സൈറ്റി ഹോർമോൺസ് ഉണ്ട്. ഏറ്റവും എരു നമുക്ക് ആവശ്യമുണ്ടോന്നോ? ബ്രെയിനിന് ആവശ്യമുണ്ടോ ചോദിച്ചാൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ അളവിൽ എരു യൂസ് ചെയ്യുന്നുണ്ട്. എരിവ് എന്താണ് ശരിക്കും? ഒരു ടേസ്റ്റ് അല്ല, സെൻസേഷൻ ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് മുളകെടുത്ത് നമ്മളെ കയ്യിന്റെ മുകളിൽ ഉരച്ചാലും നമുക്ക് എരിവ് ഫീൽ ചെയ്യും. പക്ഷെ കുറെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് എരിവ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ആണെന്നാണ്. ഓക്കെ, എരിവ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അല്ല. നമ്മളെ ബേസിക് ആയിട്ടുള്ള ടേസ്റ്റിൽ ഒന്നും വരുന്നല്ല. ബേസിക് ടേസ്റ്റ് ഏതൊക്കെയാ? യെസ്, ബിറ്റർ. പിന്നെന്തുണ്ട്? ഫിഫ്ത്ത് ആയിട്ടുള്ള ഉമാമി. ഇപ്പൊ സിക്സ്ത് ടേസ്റ്റ് കണ്ടുപിടിച്ചു തന്ന ഒരു കൊഴുപ്പിന്റെ ഒരു ടേസ്റ്റും കൂടി ഇൻക്ലൂഡ് ആയി വരുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ആറാമത്തെ കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് പുതുതായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വരാം. നമ്മൾ ഫിയർ ഉണ്ടാകുമ്പോൾ, പേടിക്കുമ്പോൾ, നമ്മൾ ആരെങ്കിലും തല്ലുമ്പോൾ, വഴക്ക് കൂടുമ്പോൾ, സ്ട്രെസ്ഫുൾ ആവുന്ന സമയത്തൊക്കെ എന്ത് വരും? അഡ്രിനാലിൻ വരും. അപ്പോൾ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ചില സ്പെസിഫിക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പേടി പെട്ടെന്നുള്ള സാധനം ഉണ്ടാകുമ്പോൾ, പെട്ടെന്നൊരു പട്ടീനെ കണ്ട ഓടാമുള്ള അതുപോലുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് അഡ്രിനാലിൻ ഉള്ളത്, ഇങ്ങനെ ഹോർമോൺ ഉള്ളത്. പക്ഷെ ഇത് എപ്പോഴും റിലീസ് ചെയ്ത് എന്തായിരിക്കും? അത് നമുക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അത്ര വലിയ ഡേഞ്ചറസ് അല്ല, നമ്മുടെ ശരീരത്തിന് അല്പം ദോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ കുട്ടികളെ ഉപദ്രവിക്കരുത്, അടിക്കരുത്, വഴക്കൂടരുത് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. അഡ്രിനാലിൻ റിലീസ് ചെയ്ത് കുട്ടികൾക്ക് അത് ഭാവിയിൽ ചില അസുഖങ്ങൾക്കൊക്കെ കാരണമാവാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആങ്സൈറ്റി ഹോർമോണിന്റെ റിലീസ് നമ്മൾ പരമാവധി, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് റിലീസ് ചെയ്യുന്നത്? ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ എന്ന് പറയും. ഒരു പട്ടി വന്നാൽ നമുക്ക് ഒന്നുകിൽ ഓടാം, അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് നേരിടാം. ഇങ്ങനെയുള്ളതൊക്കെ നമ്മളെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇതാണ് ഈ ഹോർമോൺസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പരമാവധി നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിനിന്റെ ഉത്തരവാദിത്വത്തോടൊക്കെയാണ് ഇത് പരമാവധി കുറയ്ക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ആനിമൽസും ഹ്യൂമണും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? അത് ബ്രെയിൻ ഡെവലപ്പ് ആയിട്ടില്ല. അവിടെ എന്ത് ചെയ്യണം? ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സർവൈവൽ. ഓക്കെ, നമ്മൾ മനുഷ്യനാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ ഒരു കഴിഞ്ഞ വർഷമൊക്കെയാണ് നമ്മൾ ന്യൂസ് വായിച്ചു, നിങ്ങൾക്ക് എത്രത്തോളം കേട്ടിട്ടുണ്ട്? ഒരാൾ മലേൻ്റെ മുകളിൽ കുടുങ്ങിപ്പോയി, 2 ദിവസവും 100 കണക്കിന് ആളുകളും മെനക്കെട്ടിട്ട് അയാളെ ബാബു, അതെ ആ പേര് കറക്റ്റ്, രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഓക്കെ, നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരാൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. നേരെ മറിച്ച് പല ആനിമൽസിനും എന്താ സ്ഥിതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻഡിവിജ്വൽ സർവൈവൽ അല്ല, അവരാ ഗ്രൂപ്പ്. ഇപ്പോൾ നല്ല തേനീച്ചക്കൂട്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ തേനീച്ചക്കൂട്ടം നമ്മളെ കുത്തി ഒരു പ്രാവശ്യം ഒരു ഒറ്റ കുത്തിനെ ആ ലൈഫ് പറ്റുള്ളൂ ആകെ. ഓക്കെ, അതേപോലെ ആനകൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആനകൾ എടുക്കുകയാണെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ആനകൾ കൂട്ടത്തിൽ നിന്ന് ഉപേക്ഷിക്കും. ചില പക്ഷികൾ എടുക്കുകയാണെങ്കിൽ പക്ഷികളിൽ മുട്ട വിരിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് അത്ര വയ്യാത്ത കുട്ടിയാണെങ്കിൽ, പക്ഷിക്കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ പക്ഷി കെയർ ചെയ്യില്ല. കാരണം ആ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രക്ഷപ്പെടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഉപേക്ഷിച്ച് പോകും. ഓക്കെ, അപ്പോൾ ആനിമൽസിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പ് മുന്നേറാൻ മാത്രമേ നോക്കുള്ളൂ. മനുഷ്യൻ എന്താണെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വലാണ്. അത് ഓരോരുത്തരും എവരി സിംഗിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ്. അവർക്കാണ് ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ്, അതിനുശേഷമാണ് കൂട്ടത്തിനുള്ളൂ. അതിന് ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ഒരാളുണ്ട്,
അയാൾക്കൊരു പ്രത്യേക ഒരു എന്താണ് പറയുക, നേരത്തെ ബാബുവിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇത്രയും ചെലവാക്കി അയാളെ രക്ഷിക്കുന്നതിന് പകരം എന്ത് ചെയ്യാമായിരുന്നു? അയാൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പൈസയും ഇത്രയും എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പാവപ്പെട്ട 10-25 പേരെ സഹായിക്കാമായിരുന്നു. പക്ഷെ അത് നമ്മുടെ മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല. അതുപോലെ തന്നെ നമ്മളൊരു ജാഥ, ഒരു പൊളിറ്റിക്കൽ പ്രകടനം പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടത്തിന്റെ നമ്മളെയൊക്കെ വണ്ടിയൊക്കെ തടഞ്ഞിട്ടിട്ടിടും. ശരിക്കും അത് നമ്മുടെ ഇൻഡിവിജ്വൽസിന് എഗെയിൻസ്റ്റ് ആണ്. കാരണം ഒരാളുണ്ട് എന്നുള്ളിൽ അവരുടെ റൈറ്റ്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു കൂട്ടം ആളുകൾ, 100 കണക്കിന് ആളുകളോ 1000 കണക്കിന് ആളുകളോ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആരാണോ ശരി, ഒരു സിംഗിൾ ആളാണ് ശരി എന്നുണ്ടെങ്കിൽ അതാണ് മനുഷ്യന്റെ ശരിയുള്ളത്. അപ്പോൾ ഇതെന്താ നമുക്ക് കിട്ടുന്ന ഗുണം? നമുക്ക് ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാം. ഒരു കൂട്ടം വന്നാലും എന്ത് കാരണം നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉള്ളത്. ഓക്കെ, മെയിൻ ഡിഫറൻസ് ഇപ്പോൾ പറഞ്ഞു, ഇൻഡിവിജ്വാലിറ്റി. ഓക്കെ, ഈ ഇൻഡിവിജ്വൽ എന്നുള്ള ടേമാണ് നമ്മൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ട് ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. നമ്മുടെ പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ കോഴിക്കോടുണ്ടായിരുന്നത്, എസെൻഷ്യൻ്റെ. അതിൻ്റെ ടാഗ് ലൈനായിട്ട് നമ്മൾ കൊടുത്തത് കോഴിക്കോടല്ല കേട്ടോ, സോറി, കണ്ണൂർ. ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടായിരുന്നു. നമ്മളത് സ്ട്രെസ് ചെയ്ത് നമ്മളെല്ലാവരിലും എത്തിക്കാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്? അതിൽ ഡിഫറൻസിയേഷൻ എന്തെങ്കിലും ഉണ്ടോ? കുട്ടിയാണെങ്കിലും ഇൻഡിവിജ്വൽ ആണ്, പ്രായമായവരോ ഇൻഡിവിജ്വൽ ആണ്, ആണ് പെണ്ണ്, ഇനി അതർ വിഭാഗം, ട്രാൻസ്ജെൻഡേഴ്സ്, എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. കറുത്ത ആൾക്കാർ, വെളുത്ത ആൾക്കാർ, നീളം കൂടിയ ആൾക്കാർ, കുറഞ്ഞ ആൾക്കാർ, ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. എവ്രി വൺ ഈസ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇതാണ് ഇന്നല്ല എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സിൽ ഓർക്കേണ്ട പാഠം. അപ്പോൾ ഇതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എന്താ ഏറ്റവും വേണ്ട സാധനം? ഒരാളെ നമ്മൾ ഇൻഡിവിജ്വലാണ് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എന്തൊക്കെയാ ചെയ്യാം? നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും എന്ത് വേണം? അവരെ നോക്കണം. അവർ ഇൻഡിവിജ്വൽ ആണെന്ന് നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ ഒരാളോട് ഇടപെടുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതും ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരോട് നല്ല പോലെ പെരുമാറണം. നല്ല പോലെ എങ്ങനെയൊക്കെയാ? അതിന് ജസ്റ്റ് കുറച്ച് ടിപ്സ് പറഞ്ഞതാണ്. നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? റെസ്പെക്റ്റിൻ്റെ മുകളിലാണ്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് 2 തരത്തിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് എന്താണെന്ന് അറിയോ? നമ്മൾ സ്വാഭാവികം കാണുന്ന ഒരു പ്രായ ആൾക്കാരെ ബഹുമാനിക്കുക, ഇല്ലെങ്കിൽ കാലിൽ വീഴുക, കുനിയുക, നമസ്കരിക്കുക. ഇതൊന്നുമല്ല ഈ റെസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും രണ്ടും എന്തായിരിക്കണം? നമ്മുടെ ഇൻഡിവിജ്വലിന്, ഇതിൽ മറ്റുള്ളൊരു ഇൻഡിവിജ്വലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ സ്റ്റെപ്പ് നോക്കാം. ഏറ്റവും ടോപ്പിൽ എഴുതിയത് കാണുന്നുണ്ടോ? ഏറ്റവും ടോപ്പിൽ എഴുതിയത് എന്താ? അത് റെസ്പെക്ട് യുവർ സെൽഫ്. എന്താ ആദ്യം എഴുതി വെച്ചത്? സ്വയം റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ഏത് ലാഡർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ടോപ്പിൽ ആരെ കൊണ്ട് പ്ലേസ് ചെയ്യണം? നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യണം. നമ്മളെ റെസ്പെക്ട് കഴിഞ്ഞിട്ട് അല്ലെ റെസ്പെക്റ്റിന് ഹാനികരമാകുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യേണ്ട? വഴങ്ങി കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? റെസ്പെക്ട് യുവർ ബോഡി, റെസ്പെക്ട് അതേഴ്സ്, റെസ്പെക്ട് തിങ്സ്. ഓക്കെ, ഇതൊരു സ്റ്റേജാണ്. എത്ര 4 സ്ഥാനമുള്ളത്? റെസ്പെക്ട് യുവർ സെൽഫ്, റെസ്പെക്ട് യുവർ ബോഡി, റെസ്പെക്ട് അതേഴ്സ്, റെസ്പെക്ട് തിങ്സ്. ഓക്കെ, ഇനി 2 കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഒബേ ദ ലോസ്. ഒബേ ദ ലോസ് എന്താണ്? നിയമങ്ങൾ പാലിക്കുക. കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് സഹകരിക്കുക. അപ്പൊ ഇതില് ഫസ്റ്റ് നമുക്ക് നോക്കാം. റെസ്പെക്ട് യുവർ സെൽഫിൽ എന്തൊക്കെയാ വരിക? നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആദ്യം നമ്മളെ തന്നെ
നേരത്തെ പറഞ്ഞു നമ്മളെപ്പോഴും എന്തിനു വേണ്ടി സെർച്ച് ചെയ്യലാണ്? ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് എഴുതി വെച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫാക്ഷന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ റെസ്പെക്റ്റോ മറ്റുള്ളവരുടെ റൈറ്റ്സിനോ ഹാനികരമായി മാറരുത്. ഓക്കെ, നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം. പിന്നെന്ത് ചെയ്യും? നമുക്ക് പാഷൻ ഉണ്ടാവും, അതിന് പുറകെ പോവാം. ഹോബീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ചിലർക്ക് വായിക്കാനായിരിക്കും, ചിലർക്ക് ട്രാവൽ ചെയ്യാനായിരിക്കും, പലതും ഉണ്ടാവും. അതൊക്കെ ചെയ്യാം. നമ്മൾ നല്ല എഡ്യൂക്കേഷൻ, അതെന്തിനാ എഡ്യൂക്കേഷൻ എഴുതി വെച്ചത്? നമ്മളെന്തിനാ പഠിക്കുന്നത്? നമുക്ക് നോളജ് വേണം. നോളജ് കിട്ടിയ എന്താ ഗുണം? പിന്നെ വീട്ടിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമ്മൾ ഏകദേശം അറിഞ്ഞിരിക്കണം, വേണ്ടേ? വീട്ടിൽ എത്ര രൂപ ചിലവാകും ഒരു ദിവസം? എത്ര പേർക്ക് അറിയാൻ പറ്റും? നമുക്ക് ചോറുണ്ടാക്കണം, കഞ്ഞി ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ കറി 2000, വേറെ 4000. അപ്പൊ നിങ്ങൾ ഇതിപ്പോ പറയണ്ട. നിങ്ങൾ ഒരു ടാസ്ക് ആയിട്ട് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എത്ര രൂപ ചിലവ് വരും? ലഞ്ചിന് എത്ര വരും? ഡിന്നറിന്? അത് മാത്രം മതിയോ? ഇലക്ട്രിസിറ്റി ഉണ്ട്, പിന്നെന്താ ഉള്ളത്? വാട്ടർ ഉണ്ട്, ദെൻ ഡ്രസ് ഉണ്ട്, പിന്നെ പേസ്റ്റ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഫുഡ് അത് ചിലത് ഡെയിലി വരുന്നതാണ്, ചിലത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യാം, വീട്ടിൽ പോയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക. നമുക്കൊരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം സ്പെൻഡ് ചെയ്യാൻ എത്ര രൂപ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് ഇങ്ങനെ ഐഡിയ ഉണ്ടാക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയെങ്കിലും അൺനെസസറി ആയിട്ട് വാല്യൂസ് നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ മണി നഷ്ടപ്പെടുന്നുണ്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ ചില ഏരിയയിൽ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ നമ്മൾ കുറച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ സ്പെൻഡ് ചെയ്യാം. അത്ര നമുക്ക് റിട്ടേൺ കിട്ടുന്ന സ്ഥലത്ത് കുറച്ച് കുറയ്ക്കുക. ഇതൊക്കെ അറിയണം. എന്ത് ചെയ്യണം? നമുക്ക് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, വീട്ടിലത്തെ മണി എക്സ്പെൻസ് എത്രയാണെന്നൊക്കെ അറിയണം. അപ്പൊ നിങ്ങൾ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ അച്ഛനോടും അമ്മേനൊക്കെ ചോദിച്ചു നോക്കുക. ഓക്കെ, പിന്നെ വേറെന്താ നമ്മൾ ഞാൻ എന്നുള്ള ഒരു വ്യക്തിക്ക് വേണ്ടത്? നമ്മൾ സോഷ്യൽ കൺസ്ട്രക്ട് ആൻഡ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ സോഷ്യൽ കൺസ്ട്രക്ട്? സമൂഹ നിർമ്മിതി എന്ന് പറയും മലയാളത്തിൽ. സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ മുൻവിധിയോടുകൂടി സമീപിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോഷ്യൽ കൺസ്ട്രക്ട് എന്തൊക്കെയാണ്? ഇപ്പോൾ സ്ത്രീകളായാലും 6 മണിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. കുറേ ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കുറേ കാലമായിട്ട് നിന്നിരുന്ന റൂളൊക്കെ ആയിരുന്നു. റൂള് എന്ന് പറഞ്ഞാൽ ആരും എഴുതി വെച്ചിട്ടുള്ളതല്ല, ഇംപ്ലിമെന്റ്. ഒരു 5 മണി 6 മണിയാകുമ്പോഴേക്ക് തന്നെ ഇപ്പോൾ പെൺകുട്ടികളായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അച്ഛനും പറയും 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറാൻ അറിയും. പക്ഷെ ആൺകുട്ടിയാണെങ്കിലോ 7 മണിയായാലും 8 മണിയാലും കുഴപ്പമില്ല, കളിച്ചിട്ട് കുഴങ്ങി വന്നാൽ മതി എന്നുള്ളത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രെയിനിന് ഇഷ്ടപ്പെടാത്ത, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെന്താ അടുത്ത വേണ്ടത്? നോ യുവർ റൈറ്റ്സ്. ഇപ്പൊ നമ്മളവിടെ ചൈൽഡ് ലൈനിലൊക്കെ നമ്പർ എഴുതിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അവകാശങ്ങളെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം. എന്തൊക്കെ നിങ്ങളെ അവകാശമുണ്ട് അതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ നോക്കണം. നമ്മുടെ അവകാശങ്ങളെ വയലേറ്റ് ചെയ്യുന്നതിനും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക എന്തൊക്കെയാണ് എൻ്റെ റൈറ്റ്സ്, എന്നിട്ട് അതിന് ബാരിയർ വെക്കുക, അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത പറയും ഫ്രീഡം ആൻഡ് ലിമിറ്റേഷൻ. എന്താ ഫ്രീഡം? നമുക്ക് ഫ്രീഡം ഉണ്ടോ? എത്രത്തോളം? അൺലിമിറ്റഡ്. ഓക്കെ, 99%. അപ്പൊ എന്താണ് ലിമിറ്റ്? എവിടെയാണ് ഈ സർക്കിൾ വരുന്നത്? ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഫ്രീഡം ആണെന്ന് പറയണമെങ്കിലും, ഈ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം അല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു മറ്റുള്ളൊരു ഇൻഡിവിജ്വാലിറ്റിയാണ്, അവരുടെ റൈറ്റ്സിനെ മാനിച്ചുകൊണ്ട് ചെയ്യണം. മറ്റുള്ള കാര്യങ്ങളെ തിങ്സ് അടുത്ത ഇതിൽ വരുന്നത് അടുത്ത തിങ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യാം. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ, മൃഗങ്ങള്, പരിസ്ഥിതി, നമ്മുടെ ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൊതുക് നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ് കൊതുകിനെ കണ്ടിട്ടുള്ളത്. ഓക്കെ,
അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് കൊതുകിനെ കൊള്ളുന്നത്. അതായത് കൊതുക്, എലി ഇതിനൊക്കെ നമ്മളെ ശല്യപ്പെടുത്തുന്ന ജീവിയാണ്. അത് വളരെയധികം മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവുന്നതാണ്. അതിന് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ സാധ്യതയില്ല. ഓക്കെ, എക്സ്റ്റിങ്ക്റ്റ് ആവുന്നുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ ലാബിൽ കൊണ്ടുപോയി സർവൈവ് ചെയ്ത് വയ്ക്കും സാമ്പിൾ പീസായിട്ട് കൊതുകിനെയൊക്കെ. ഓക്കെ, പിന്നെന്താ വരുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് അടുത്ത് എഴുതിയിട്ട് ടോക്സിക് റിലേഷൻഷിപ്പ്. എന്താണ് ഫ്രണ്ട്ഷിപ്പ്? ഇപ്പൊ നിങ്ങൾ എത്ര പേര് ഫ്രണ്ട്സായി ഇവിടെ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്രണ്ട്സ് ആണല്ലേ? ഓക്കെ, ഇതിന് നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ എന്താ കാര്യം എന്നറിയോ? അടിയിൽ എഴുതിയ സാധനം ഇംപ്ലിസിറ്റ് കോൺട്രാക്ട്. ഇംപ്ലിസിറ്റ് കോൺട്രാക്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ അറിയാതെ നമ്മൾ രണ്ട് സുഹൃത്തുക്കളാവണമെന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പേര് തമ്മിൽ അറിയാതെ ഒരു കരാറുണ്ട്, ഒരു ഇൻവിസിബിൾ ആയിട്ട്. അതെന്താ കരാറ്? പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്നുള്ള പോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാംഫുൾ അല്ലാതെ ആവശ്യ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അങ്ങോട്ടും കൂടി രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സന്തോഷം പങ്കിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇംപ്ലിസിറ്റ് കോൺട്രാക്ടിന്റെ ഉദ്ദേശം. അപ്പൊ ഇതില് ടോക്സിക് റിലേഷൻഷിപ്പിൽ എത്താൻ സാധ്യതയുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അല്ലാതെ തന്നെ ഫാമിലിയിലായാലും ഒക്കെ ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ വ്യക്തിത്വം ഉണ്ടല്ലോ, ഇൻഡിവിജ്വാലിറ്റി, ഇതിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പുകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, 2 കുട്ടികൾ കളിക്കുകയാണെങ്കിൽ 3ാമത്തെ കുട്ടി വന്ന് പറയും, പറ്റില്ല, ഇന്ന് കളിക്കണ്ട എന്ന് പറയും, ഇന്ന് എനിക്ക് ഇഷ്ടമല്ല കളിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ ഈ 3ാമത്തെ ആളെ ഈ ഫ്രണ്ട്ഷിപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഓക്കെ അവർ ചിലപ്പം വേറെ വല്ല മൂഡിലൊക്കെ ആവും. പക്ഷെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോൺട്രാക്ട് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് കോൺട്രാക്ട്, ഇത് ബ്രേക്ക് ആവുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവുകയാണെങ്കിൽ ആ കോൺട്രാക്ട് ഉണ്ടാവണം, ആ കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻവിസിബിൾ ആണ്, ആരും എഴുതി വെച്ചിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. പരസ്പരം സഹകരിക്കുക, പരസ്പരം ഹാംഫുൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ആ കോൺട്രാക്ട്. ഇങ്ങനെ പരസ്പരം ഹാംഫുൾ ഉണ്ടാക്കുന്ന എന്ത് റിലേഷൻഷിപ്പ് ആയാലും, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പിന്നെ പാരൻസുമായിട്ടുള്ളതായിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്ത് റിലേറ്റീവായിട്ടുള്ള ഏത് റിലേഷൻ ആയിക്കോട്ടെ. നിങ്ങളിപ്പോൾ ടീനേജിൽ നിന്ന് അടുത്ത അഡൾട്ട് ഏജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. ഏത് സമയത്താണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് കോൺട്രാക്ട് ഉണ്ട്, അത് നമ്മൾ അറിയാതെ ഒരു കരാറുണ്ട്. ഈ കരാർ ലംഘിക്കുന്നതാണെങ്കിൽ അത് സ്ഥിരമായിട്ട് ലംഘിക്കുന്നതിനാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഓക്കെ, അതിന് നമ്മൾ ഒരിക്കലും അലോ ചെയ്യരുത്. ഈ കുട്ടികളെ നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ ഒരു കോൺട്രാക്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ആദ്യം സ്ഥാപിച്ച് കുട്ടികളെയൊക്കെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ അറിയില്ല ഈ കോൺട്രാക്ട് നമ്മൾ അറിയാതെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ആ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാന്നുള്ള അർത്ഥം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യാന്നുള്ള അർത്ഥം. നമ്മൾ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ ബഹുമാനിക്കാത്ത ഏതൊരു കാര്യവും, അതിന് മുന്നേ നിങ്ങളോട് ചോക്ലേറ്റ് ഉണ്ടാവും, നിങ്ങളോട് പലതരത്തിലും നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു പെരുമാറ്റം നമ്മൾ അഡൾട്ട്സിന്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ ഉടനെ, നമുക്ക് അറിയാൻ പ്രയാസമാണ് നമുക്ക്, പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മളത് കണ്ടെത്തണം. കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാ? യെസ്, ചൈൽഡ് ലൈനിൽ വിളിക്കാം, പാരൻസിനെ വിളിക്കാം, പിന്നെ നിങ്ങൾ ട്രസ്റ്റഡ് ആയ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാം. പക്ഷെ എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ആദ്യം അറിയണം, വേണ്ടല്ലേ? നമ്മൾ അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോബ്ലത്തിൽ എത്തുന്നതുകൊണ്ടാണ് ഈ സ്ലൈഡ് ഞാൻ പ്രത്യേകം പ്രിപ്പയർ ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓൾവേസ് നമ്മുടെ എന്ത് സ്ലൈറ്റസ്റ്റ് ആണെങ്കിലും നമ്മുടെ അവകാശങ്ങളെ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന എന്താണെങ്കിലും അത് നമ്മൾ പാരൻസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അടുത്തെന്താണ്? റെസ്പെക്ട് യുവർ ബോഡി. അതിലെന്താ വരുന്നത്? നിങ്ങൾ ബോഡിക്ക് എന്തൊക്കെയാ ആവശ്യം? പിന്നെ റെസ്റ്റ്, മസിൽസ്, വോ ഗുഡ്. പിന്നെ ഓക്കെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കുറെയൊക്കെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ റീഡ് ചെയ്ത് കറക്റ്റ് ആണ്. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം
റെസ്പെക്ട് ചെയ്യണം. രണ്ടാമത്തെ കാറ്റഗറി. നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കയ്പുള്ളത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണുള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ ബോഡിക്ക് നമ്മളിപ്പോൾ കുറേ ആവശ്യമില്ലാത്ത സാധനം എന്തൊക്കെയാണ്? ആൽക്കഹോൾ, ഡ്രഗ്സ്. ഇത് നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ക്ലാസ്സിലല്ലേ? ഇത് നമ്മളെ ബോഡിക്ക് അല്ല, ക്ലാസ്സിൽ നിങ്ങളോട് പറയല്ലേ ലഹരി ഉപയോഗിക്കരുത്, ഡ്രഗ്സ് ഉപയോഗിക്കരുത് ഇല്ലേ? പറയല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ ക്ലാസ് ഒന്നും? നിങ്ങൾ പാരന്റ്സ് പറഞ്ഞു തന്നിട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ സാധനങ്ങളൊക്കെ നമ്മളെ ബോഡിക്ക് ആവശ്യം. നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യാന്നതാണ് എന്താ അതിന്റെ അർത്ഥം? ഒരു ബോഡിയെ റെസ്പെക്ട് ചെയ്യാൻ ബോഡിക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, ആവശ്യമില്ലാത്തത് കൊടുക്കാതിരിക്കുക. പിന്നെ എന്തൊക്കെയാണ്? ബോഡിയെ സേഫായി വെക്കുക. നമ്മുടെ ബോഡിയെ സേഫായി വെക്കുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും. ഞാൻ എന്ന സാധനത്തിന്റെ നേരത്തെ പറഞ്ഞ ഞാൻ ഇൻഡിവിജ്വാലിറ്റിക്ക് അത് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വേണ്ടത്? ബി അവെയർ ആൻഡ് അവോയ്ഡ് ഹസാർഡ് മെറ്റീരിയൽ. ഹസാർഡ് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അവെയർ ആയിരിക്കണം. എന്തൊക്കെയാണ് ഹസാർഡ് ആയിട്ടുള്ളത്? നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള, നമുക്ക് അപകടം വരുത്തുന്ന സാധനങ്ങളെ ലഗോ കേട്ടില്ല. വേറെ റേഡിയോ ആക്റ്റീവ് പ്ലേസസ്. പിന്നെ നമുക്ക് സ്ഥിരം നമ്മൾ കാണുന്ന ഡേഞ്ചറസ് ആയ സാധനങ്ങൾ എന്തൊക്കെയാ? വാട്ടർ, മോട്ടർ. ഓക്കെ, ഫയർ. പിന്നെ ഫുഡോ? ഫുഡ്. അത് നമ്മൾ അറിയാം. നമുക്ക് ഇത് എന്താണ്? നമ്മൾ അതിനെപ്പറ്റി അറിയണം. ഇൻസെക്ട്സ് കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. പിന്നെ പോയിസൺസ്, ചില ഡേഞ്ചറസ് ആനിമൽസ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെ പറ്റി എന്താണ്? ഇലക്ട്രിക് കറണ്ട് അത് ഹസാർഡസ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഹസാർഡസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡേഞ്ചർ ആൻഡ് ഡേഞ്ചറസ് പീപ്പിൾ. ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാവും. എന്തൊക്കെയാ ഡേഞ്ചർ സിറ്റുവേഷൻസ് വരുന്നത്? യെസ്, നമ്മൾ ആരെങ്കിലും രണ്ടുപേര് തല്ലുകൂടുകയാണ് ഒരു സ്ട്രീറ്റിൽ പോകുമ്പോൾ. നമ്മൾ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കും തല്ല് കിട്ടാൻ സാധ്യതയുണ്ട് ഇല്ലേ? നമുക്കൊരു ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പോയി നോക്കിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വഴി മാറി പോവാം. ഓക്കെ, അതുപോലെ നമുക്ക് ഡേഞ്ചർ സിറ്റുവേഷൻ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ വയനാട്ടിൽ ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടുന്ന് വയനാട്ടിലേക്ക് പോകേണ്ടതല്ല, ആന ഏത് ഭാഗത്തുള്ള അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് പോവാതിരിക്കാം ശ്രമിക്കുക കഴിയുന്നത്ര. ഓക്കെ, ഇതെന്ത് വേണം? ഇതൊക്കെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ്, റെസ്പെക്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഓക്കെ, അടുത്ത നമ്മളെ ലാഡറിൽ വന്നത് റെസ്പെക്ട് അതേഴ്സ് ആരൊക്കെയാ? വേറുള്ള എല്ലാവരും. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ ചുറ്റുമുള്ളവരൊക്കെ അതേഴ്സ് ആണ്. ഇവരോട് എങ്ങനെയാ റെസ്പെക്ട് ചെയ്യാ? അവിടെ എഴുതിയിട്ടുണ്ട്, ബിഹേവ് ലൈക്ക് ഹൗ യു വാണ്ട് അതേഴ്സ് ടു ബിഹേവ് വിത്ത് യു. കുറച്ചൊരു കൺഫ്യൂസിങ് ആണല്ലേ? ഇപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എന്നോട് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക? നന്നായി പെരുമാറണം അല്ലേ? നല്ല സ്നേഹത്തോടെ, നമ്മൾ ഡേഞ്ചറസ് അല്ലാത്ത, അതെ, വേർഡ്സ് പറയാൻ പാടില്ല, ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പാടില്ല, നമ്മളെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യരുത്, നമ്മളെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മളോട് പെരുമാറണം നമ്മൾ ആഗ്രഹിക്കും അല്ലേ? ഇതുപോലെ ആയിരിക്കണം നമ്മൾ തിരിച്ചങ്ങോട്ട് പെരുമാറേണ്ടത്. നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതുപോലെ ആയിരിക്കും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും. ഓക്കെ, ഈ ഒരു സിമ്പിൾ തമ്പ് റൂൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് നേരത്തെ പറഞ്ഞ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് പെരുമാറാൻ പറ്റും. ഓക്കെ, നമുക്ക് എങ്ങനെ നമ്മളോട് ആളുകൾ പെരുമാറാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാം. ഓക്കെ, അടുത്തെന്താണ്? ഡു ദ റൈറ്റ് തിങ്സ്. നമ്മൾ മറ്റുള്ളവർ പെരുമാറുകയാണെങ്കിലും നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ് നമ്മൾ ശരിയായ കാര്യങ്ങൾ ചെയ്യാം. കൂട്ടുകാരെല്ലാവരും പിന്നെ പോയി വെള്ളത്തിൽ ചാടുകയാണ്, ഡേഞ്ചറസ് വാട്ടറിൽ പോയി ചാടുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ചാടണോ? ഇല്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ പിന്നെ ബസ്സിൽ പോവാണ്, ഒരു മിഠായി കഴിച്ചു, നമ്മൾ കവർ എന്ത് ചെയ്യണം? നമ്മൾ വലിച്ചെറിയാതെ സൂക്ഷിക്കണം ഇല്ലേ? പക്ഷെ ബസ്സിലുള്ള 90 പേരും കവർ വലിച്ചെറിയാണ്.
നമ്മൾ പിന്നെ അത് ചെയ്യണോ? എന്താ? അല്ല, നമ്മള് വലിച്ചെറിയണോ? 90 പേര് വലിച്ചെറിയുണ്ട്, പിന്നെ നമ്മളോട് വലിച്ചെറിയാൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ അതിന്റെ അഭിപ്രായം? റൈറ്റ്, വെരി ഗുഡ്. കാര്യം എന്താ അറിയോ, നമ്മൾ ബാക്കിയുള്ളവർ എത്രത്തോളം മോശമായി പെരുമാറുന്നു, എന്ത് മോശം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇറ്റ് ഡസൻ മാറ്റർ. നമ്മൾ എന്ത് ചെയ്യാ? വി വിൽ ഡു ദ റൈറ്റ് തിങ് ഓൺലി. ഓക്കെ. എന്നാൽ നമ്മളെ കണ്ട് ചിലപ്പോൾ 2 പേരെങ്കിലും മാറിയാൽ നല്ലത്. ഇനി ആരും മാറിയിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് തിങ്സ് ചെയ്യണം. റൈറ്റ് തിങ്ങിനെ പറ്റി ഒരു ഡെഫിനിഷൻ ഇല്ല, നിങ്ങൾ സ്വയം ആലോചിക്കുക. ഓക്കെ. പിന്നെന്ത് ചെയ്യണം? മറ്റുള്ളവർ പെരുമാറുമ്പം കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആവുന്നതോട് കൂടി തന്നെ നമ്മൾ വേർഡ്സിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരാൾ ഇപ്പോൾ ഫൗൾ ലാംഗ്വേജ് പറഞ്ഞു, അഡൾട്ട് ലാംഗ്വേജ്, ഫൗൾ ലാംഗ്വേജ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്കൊരു കാര്യം പറയാൻ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം. ഇപ്പോൾ ഒരാളോട് പറയാം, നിങ്ങൾ ഇവിടെ ചപ്പ് ചറുകൾ വലിച്ചെറിയരുത് പറയാം. നമുക്കൊന്ന് സ്ട്രെസ് ചെയ്ത് പറയാം, ഇവിടെ കച്ചറടരുതിട്ടോന്ന്. ഇങ്ങനെ നമ്മൾ ഏത് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രകാരം സ്ട്രോങ് ആയിട്ട് പറയാനുള്ള വാക്കുകളും മെത്തേഡുകളും ഗ്രാമറും ഒക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. അല്ലാതെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നേറാം, അല്ലെങ്കിൽ അവരെ അടിച്ചൊതുക്കി മുന്നേറാം എന്നുള്ള രീതിയിലല്ല. ഓക്കെ. യൂസ് സ്ട്രോങ് വേർഡ്സ്, നോട്ട് ഫൗൾ ലാംഗ്വേജസ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ടത്. എന്ത് ചെയ്യാ? കൂടുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇത് തന്നെ ഇല്ല, നിങ്ങൾ തോന്നുന്ന രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്തിട്ടോ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഒരേ ഒരു കാര്യം ചിന്തിക്കാനുള്ള ഫസ്റ്റത്തെ ലൈന്, നിങ്ങളോട് ബാക്കിയുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ അവരോട് തിരിച്ചും പെരുമാറുക. ഓക്കെ. നമ്മൾ എന്തിനാ തിങ്സിനെ റെസ്പെക്ട് ചെയ്യുന്നത്? ഐറ്റംസ്, പൈസ കൊടുത്ത് വാങ്ങിയ സാധനം, പിന്നെ എടുക്കാതിരിക്കുക, പിന്നെ ഓക്കെ, പിന്നെ യെസ് റൈറ്റ്, പിന്നെ കറക്റ്റ്, പിന്നെ ഹെൽപ്പ് എങ്ങനെയൊക്കെ ചെയ്യാം? അതെ, ജീവിക്കാൻ വേണം. പിന്നെ ഞാൻ ഒന്ന് പറയാം, നമ്മൾ ക്ലീൻ സറൗണ്ടിങ്സ് വേണോ? അതുകൊണ്ട് ഗുണം എന്താണ്? നമുക്ക് അസുഖങ്ങൾ ഹൈജീൻ ആയിട്ട് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ റൂം നമ്മൾ ക്ലീൻ ചെയ്യണ്ടേ? നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ നീച്ചു പോയാൽ മതിയോ? നമ്മൾ കിടന്ന ബെഡൊക്കെ അടുക്കി ഒതുക്കി വെച്ചാൽ എന്താ ഗുണമുള്ളത്? നമുക്ക് വളരെയധികം ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നിങ്ങൾ വൈകുന്നേരം കിടക്കാൻ പോകുന്ന സമയത്ത് റൂം ആകെ അലങ്കോലമാക്കിയിട്ടാണ്. ഈ റൂമിൽ വന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്, വന്ന സമയത്ത് ഈ ബെഡൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതാണ്. നിങ്ങളോട് ഇവിടുന്ന് ഓടിപ്പോയി തിരിച്ചു വരാൻ പറഞ്ഞ് പുറത്തു പോയി തിരിച്ചു വരാൻ പറഞ്ഞ് ഇവിടെയൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനുള്ളിൽ വന്ന് ഇതിനുള്ളിലാണോ ഞാൻ അത്രയേറെ ഇരിക്കേണ്ടത് തോന്നും ഇല്ലേ? ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ തോന്നൽ എന്താ നമുക്ക് തരുന്നത്? റിട്ടേൺ തരുന്നത്, നമുക്ക് നല്ല സാധനം തരുമ്പോൾ നമുക്ക് കാണുന്ന സാധനം റിട്ടേൺ തരുന്നത് നേരത്തെ പറഞ്ഞ ഹാപ്പിനെസ്. പിന്നെന്താ തരുന്നത്? നമ്മൾ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഈസിയാണ് ഓരോ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഒരു സാധനം നമ്മൾ സേവ് ചെയ്യും. എന്താണ്? ടൈമിന് ഭയങ്കര വാല്യൂ ഉണ്ട് ഇല്ലേ? നമ്മൾ പഠിച്ചു, വാല്യൂ ഉണ്ട്. ടൈം സേവ് ചെയ്യും. ഓക്കെ. നമ്മൾ എന്താണ് പിന്നെ വീട്ടിലുള്ള ഡ്രസ്സ്, ഷൂസ്, നമ്മൾ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ തലങ്ങും വിലങ്ങും ചെരുപ്പ് കിടക്കുകയാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു ഇത് എന്തെന്നാ അങ്ങനെ കിടക്കുന്നു തോന്നും. അത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ചെറിയൊരു സന്തോഷം ഫീൽ ചെയ്യും. ഈ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കഴിയുന്നത്ര കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. ടൈം കീപ്പ് ചെയ്യുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഒരാളോട് സമയത്ത് എത്താൻ പറഞ്ഞു, 10 മണിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്, നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ എത്താമെന്നാണ്. നിങ്ങൾ 10:30 വന്നു, എന്താ സംഭവിക്കുക? അരമണിക്കൂർ ലേറ്റായി. അത് കാരണം കുറേ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രിസർവ് ചെയ്യുക, അടച്ചു വെക്കുക സാധനങ്ങളൊക്കെ. പിന്നെന്താണ്? നിങ്ങളെ വീട്ടിലെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകലുണ്ടോ?
എല്ലാവരും കഴുകല്ലോ സ്വയമായിട്ട്? വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ സഹായിക്കല്ലോ? ക്ലീൻ ചെയ്യലുണ്ടോ? വീടൊക്കെ അടിച്ചു വരി തുടയ്ക്കലുണ്ടോ? വാഷ്റൂമോ ടോയ്ലറ്റോ? ടോയ്ലറ്റ് പോയി വന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴുകുക, ക്ലീൻ ചെയ്യുക. പിന്നെ ഡെയിലിയോ വീക്കിലിയോ നമ്മൾ മാനുവലായിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഗുണം എന്താ ചെയ്യുന്നത്? നമുക്കൊന്ന് നമ്മളെ ഹെൽത്തി ഹൈജീനാണ്. രണ്ടെന്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ നമുക്ക് വളരെ ഡിസ്കംഫോർട്ട് അല്ലേ ഫീൽ ചെയ്യാം? എന്താ അവിടെ? വെരി അൺഹൈജീൻ അല്ലേ? നമുക്ക് എങ്ങനെയൊക്കെയോ നമ്മള് നിവൃത്തികേടുകൊണ്ട് പോവാ മാത്രമേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന സ്ഥലമാണ് ടോയ്ലറ്റുകൾ. ഓക്കെ, അവിടെയാണ് നമ്മുടെ കുറേ ചിന്താപരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് അല്ലേ? കുറേ സമയം നമ്മൾ അലോൺ ആണ്, വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ അലോൺ ആയിട്ടുള്ള സ്ഥലം. അവിടെ മാക്സിമം നല്ല മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ അറിയോ? നമ്മൾ അവിടെ ക്ലീൻ അല്ലാത്തതുകൊണ്ട്. നമ്മൾ അവിടെ ഒരു ഫ്രഷ് നല്ല ഗാർഡനിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നല്ല അറ്റ്മോസ്ഫിയർ, നല്ല അന്തരീക്ഷം, സുഖമായിട്ട് ആ സുഖം കിട്ടും. ഓക്കെ, അത് നമുക്ക് നേരത്തെ പറഞ്ഞ ഹാപ്പിനെസ്സിനുള്ള ഒരു ടോക്കണാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ടൈം മാനേജ്മെന്റ്, നമുക്ക് വേണമെങ്കിൽ ഗാർഡനിങ് പ്രോപ്പറായിട്ട് ചെയ്യാം. ഇനി അടുത്ത നേരത്തെ ആ ലാഡറിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്, ഒബേ ദ ലോസ്. എന്താ കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് എന്ന് പറയുന്നാലേ? അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക. എവിടേക്കാ പോസിബിൾ ആയ കാര്യങ്ങളൊക്കെ കേൾക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റത്തെ പോയിന്റ് അല്ലോ, എന്താണ്? സെൽഫ് റെസ്പെക്ട്. ആ സാധനത്തെ ഭംഗം വരുത്തുന്നത് ഒന്നും അല്ല കേട്ടോ. ഞാൻ രണ്ടാമത് പറയുന്ന ഒന്നും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് സെൽഫിന്. ഓക്കെ, കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ആകെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ നേടിക്കൊടുക്കുക. ഇപ്പൊ ഞാൻ പറയാണ് അവരോട്, മോളെ അത് പിന്നെ പെന്നൊന്ന് എടുത്തു തരും എന്ന് പറഞ്ഞാല് അവരെടുത്തു തരുന്നത് എന്താണ്? അതാണ് കോർപ്പറേഷൻ. ഇപ്പൊ ആ കുട്ടിക്ക് എനിക്ക് അത് എടുത്തു തരേണ്ട ആവശ്യമുണ്ടോ? ലോ ഉണ്ടോ? ഇല്ലെങ്കിൽ ജയിലിൽ പോവോ? ഇല്ലെങ്കിൽ വല്ല അവരെ പീഡിപ്പിക്കോ? ഇല്ലെങ്കിൽ അവർക്ക് വേറെ വല്ല സന്തോഷമോ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, ഒന്നുമില്ല. പക്ഷെ രണ്ടുപേര് തമ്മിൽ സഹകരിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യണം. അതാണ് കോർപ്പറേറ്റ് വിത്ത് അതേഴ്സ്. വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നത്, ഇതൊക്കെ കോർപ്പറേറ്റ് വിത്ത് അതേഴ്സിന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നമുക്ക് ഒരാൾക്ക് സഹായിക്കണം തോന്നുന്നതുകൊണ്ടാണ്. നമ്മൾ തിരിച്ച് നമ്മളൊരു അതേപോലെ സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മളും തിരിച്ച് എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ കാലിന് വയ്യാത്ത ഒരാൾ നടന്നു വരികയാണ്, കാലിന് വയ്യ. അപ്പൊ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ പോയിട്ട് തോളിൽ വെക്കാൻ കൊടുക്കും, കൈ വെക്കാൻ കൊടുക്കും. കാര്യം എന്താ? ഇതാണ് ഹ്യൂമാനിറ്റി. ഓക്കെ, ഈ വെക്കാൻ കൊടുക്കുന്നതുകൊണ്ട് വെച്ചില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ആ സഹകരണം ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. സഹകരിച്ചില്ലെങ്കിൽ എന്താണ്? ഒരു പ്രശ്നമില്ല. പക്ഷെ കഴിയുന്നത്ര മേഖലയിൽ സഹകരിക്കുക. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ നശിപ്പിച്ചുകൊണ്ടാവരുത്. അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇത് ലീഗൽ ബൗണ്ടിങ് ആണ്. ഓക്കെ, എന്തൊക്കെയാ വരുന്നത്? ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ട്രാഫിക് ലോസ് എന്തൊക്കെയാ ഉള്ളത്? വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക, വണ്ടി ലൈസൻസ് ഉള്ളവരെ ഓടിക്കുക. കേട്ടില്ല? ഓക്കെ, സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. താങ്ക് യു, ഞാൻ കറക്റ്റ് ചെയ്യാതെ. പിന്നെ എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ്? അതോറിറ്റി നമ്മളോട് പറയാണ്, പോലീസ് നമ്മൾ വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഒരു സ്ഥലത്ത് റൂൾ ഉണ്ടാക്കുകയാണ്, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരാൻ പാടില്ല, അവിടെ പ്രശ്നമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഒബേ ചെയ്യണം. പാൻ ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ബാൻ ചെയ്തിരുന്നു വയനാട്. ടൂറിസ്റ്റുകൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ സ്ഥലങ്ങൾ അടച്ചിരുന്നു. ഊട്ടിയിലും ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ അതോറിറ്റിയുടെ ലോഫുൾ ഓർഡേഴ്സ് ആണ്. അത് ഊട്ടിയിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാണ്. ഇപ്പൊ ഈ റൂമിൽ നിങ്ങൾ 36 പേരുണ്ട്. ഓക്കെ, ഇവിടെ 36 വരെ 72 പേര് വന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ എങ്ങനെ ഇവിടെ ഇരിക്കുക? കുത്തിത്തിരിക്കി ഞെക്കി തിരികെ ഇരിക്കേണ്ടി വരും. 72 പകരം 100 പേര് വന്നാലോ? സഫോക്കേറ്റഡ് ആവും ഇല്ലേ?
ഇതേപോലെയാണ് ഊട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഏകദേശം 20,000 മുതൽ 30,000 ആളുകൾ വരെ ആ ചെറിയ ടൗണിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിക്കുക? വാഹനങ്ങളുടെ ട്രാഫിക് ജാം, പിന്നെ അവിടെ കുറേ മൃഗങ്ങളുണ്ട്, അവർക്കൊക്കെ അപകടങ്ങൾ, പിന്നെ ഇറങ്ങില്ല. പിന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഫുള്ള് ടൂറിസ്റ്റുകൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? കോടതി പറഞ്ഞു ഇവിടെ ഇത്ര പേരെ 10,000 പേരോ 20,000 പേരെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ ആളുകൾ വന്നാൽ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഇപ്പം നടക്കുന്നത്. ഓക്കെ, അതൊരു ലോഫുൾ ഓർഡറാണ്, അത് നമ്മൾ അനുസരിക്കുക. പിന്നെന്തൊക്കെയാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ സമീപിക്കുക, അത് ലീഗലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ എഴുതിച്ചില്ലേ? എന്താ നമ്പർ? ചൈൽഡ് ലൈൻ നമ്പർ എത്രയാ? യെസ്, 10 നമ്മൾ ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പറാണ്. പിന്നെ പോക്സോ ആക്ട് അറിയാലോ, കുട്ടികൾക്കെതിരെയുള്ള എല്ലാവിധ അക്രമങ്ങളെയും തീർത്തും തടയാൻ ഉതകുന്ന ഒരു നിയമമാണ് നമ്മുടെ ഉള്ളത്. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം പോലീസിൽ. എവിടെയൊക്കെയാണ് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ? പിന്നെ ടീച്ചർ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം, ചൈൽഡ് ലൈന്, പിന്നെ പാരന്റ്സിന്റെ അടുത്ത്, ജുഡീഷ്യറി, പിന്നെ സുപ്രീം കോടതി. ജുഡീഷ്യറി കഴിഞ്ഞ് പോവാണ്, സുപ്രീം കോടതിയിൽ വരെത്താം. ഓക്കെ, സുപ്രീം കോടതിയിൽ എപ്പോഴാണ് ഡയറക്റ്റ് പോകാൻ പറ്റുക? ചില കേസുകൾ നമ്മളെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന ചില കേസുകളിൽ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. എക്സിക്യൂട്ടീവ്, യെസ്. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ ആരൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും, ആരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒബേ ദ ലോസ്, അതൊക്കെ നിയമപ്രകാരമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. കുറേ നേരമായില്ലേ? അപ്പൊ നമ്മൾ സമ്മറി ആയിട്ട് എന്താ പറയേണ്ടത്? അതെ, ഫസ്റ്റ് ഞാൻ എന്ന സാധനത്തിന്റെ നമ്മുടെ ബ്രെയിനിന്റെ പ്രൊഡക്റ്റ് ആണ്, അത് ഫങ്ഷൻ ആണ്. നമ്മളെ തന്നെ അറിഞ്ഞിരിക്കുക, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ളവരെ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ അറിഞ്ഞിരിക്കണം. അതുപോലെ മറ്റുള്ളവരെയും. ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. എത്ര വലിയ ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ എന്ന വ്യക്തി ഇവിടെയാണ്, ഒരു വ്യക്തിയാണത്. അത് ഞാനായിക്കോട്ടെ വേറൊരാളായിക്കോട്ടെ, അവർക്കാണ് പ്രയോറിറ്റി ഉള്ളത്. ഇപ്പം ലാസ്റ്റ് എന്താണ്? നമ്മൾ റെസ്പെക്റ്റിനെ പറ്റി പഠിച്ചു അല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തുണ്ടാവും, കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ: റെസ്പെക്റ്റ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, ഒബേ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ സെഷനിലുള്ളത്. ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ബോറടിച്ചല്ലേ? അതെ, അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ അവിടെ ഒരു മോഡൽ ചെയ്ത് വെച്ചത് കണ്ടോ, എവല്യൂഷന്റെ? അതായത് നമ്മൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നത്. നമ്മൾ ഇന്ന് ഇവിടെയുള്ള ഏകദേശം ഇവിടെ വന്ന് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള 99% മൃഗങ്ങളും നശിച്ചു കഴിഞ്ഞു. ഓക്കെ, അത്രയും മൃഗങ്ങൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരാണ് നമ്മൾ. ഇതിൽ നിന്നും വീണ്ടും കുറേ ആൾക്കാർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും, കുറേ സ്പീഷീസ് പോകും. ഇതാണ് എവല്യൂഷന്റെ ഒരു പ്രോസസ്സ്. ഓക്കെ, ഇല്ല, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഈ സാധനം എന്താ ചെയ്യുന്ന അറിയോ? ഈ ബ്രെയിന് ഓരോ ജീവിക്കും അത് എങ്ങനെ സർവൈവ്, നേരത്തെ പറഞ്ഞല്ലോ സർവൈവലാണ് ഇമ്പോർട്ടൻറ്റ്. സർവൈവൽ ആൻഡ് മൾട്ടിപ്ലൈ, അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഓരോ ജീവിക്കും ഓരോ മെത്തേഡാണ്. ഇപ്പൊ ചില ജീവികൾ എന്ത് ചെയ്യും? മറ്റുള്ള അറ്റാക്ക് ചെയ്തിട്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത്. കടുവയൊക്കെ എന്താണ്? മറ്റുള്ള മൃഗങ്ങളെ ഭക്ഷിച്ചിട്ടാണ്, അതിനുള്ള കഴിവുണ്ട്. അതേപോലെ പശുവിന് എന്തെങ്കിലും പുല്ല് തിന്നാണ്. മനുഷ്യന് കിട്ടിയ ഒരു സർവൈവൽ മെക്കാനിസമാണ് നമ്മുടെ ബ്രെയിൻ എന്നുള്ളത്. മറ്റുള്ള മൃഗങ്ങൾക്ക് വേറെ രീതിയാണ് അവർ സർവൈവ് ചെയ്ത് വന്നത്. അതാണ് ആ ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇല്ല കേട്ടോ, നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ കുറച്ച് പസിൽസ് ഉണ്ട്, നിങ്ങളെ ബ്രെയിൻ എങ്ങനെ എത്ര വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആർക്കൊക്കെ താല്പര്യമുള്ളത്? അപ്പൊ നിങ്ങളിത് ഓരോരുത്തർക്കുള്ളതല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ലാസ്റ്റ് പറഞ്ഞ കോഓപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഷെയർ ചെയ്യാ. ഇരിക്കി. എല്ലാവർക്കും ഇല്ല. നിങ്ങള് ഓക്കെ, മനസ്സിലായോ? കിട്ടിയ ആളുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുക.
ഇത് പറഞ്ഞാൽ ചെറിയ ചെറിയ പസിൽസ് ആണ്. നിങ്ങൾ കണ്ടോ രണ്ട് റിങ് കണ്ടോ? ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്യണം അതിനുള്ളിൽ നിന്ന്, വളയ്ക്കും പിടിക്കുകയൊന്നും ചെയ്യാതെ.